ഹായ്, നമുക്കിന്ന് NMR സ്പെക്ട്രോസ്കോപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം പരിചയപ്പെടാം. ചോദ്യം ഇതാണ്: H1 NMR spectrum shows a singlet while C13 NMR exhibit two signals. Based on this data, pick out a correct molecule from these options. അപ്പം ഏതോ ഒരു മോളിക്യൂളിന്റെ H1 NMR എടുത്ത സമയത്ത് നമുക്ക് ഒറ്റ സിഗ്നലും C13 NMR എടുത്ത സമയത്ത് നമുക്ക് രണ്ട് സിഗ്നലും കിട്ടി. അതായത് ആ മോളിക്യൂളിൽ ഒരേ ഒരു ടൈപ്പ് ഓഫ് ഹൈഡ്രജനും രണ്ട് വ്യത്യസ്ത ടൈപ്പ് ഓഫ് കാർബണും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മോളിക്യൂൾ ഏതാണ്? ക്ലോറോ ഈഥേൻ ആണോ, 1,2 ഡൈബ്രോമോ ഈഥേൻ ആണോ, ബെൻസീൻ ആണോ, അസിറ്റോൺ ആണോ എന്നാണ് ചോദ്യം. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്ലോറോ ഈഥേന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ കാർബണിൽ 3 ഹൈഡ്രജൻ ആണ്. സോ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് കാർബൺ. ഇവിടെ 2 ഹൈഡ്രജനും ഒരു ക്ലോറിനുമാണ്. സോ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കാർബൺ. അതേപോലെ ഇവിടെ 3 ഹൈഡ്രജൻസ് ഉണ്ട്. ഇവിടെ 2 ഹൈഡ്രജൻസേ ഉള്ളൂ. സോ ഈ ഹൈഡ്രജൻ ഒരു സെറ്റ്, ഈ ഹൈഡ്രജൻ രണ്ടാമത്തെ സെറ്റ് ഓഫ് NMR കാണിക്കും. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ നിങ്ങൾക്ക് മനസ്സിലായി 2 C13ഉം 2 H1ഉം കിട്ടും. അതാണോ നമ്മുടെ കണ്ടീഷൻ? അല്ല. അടുത്ത ഓപ്ഷൻ നോക്കിക്കേ, 1,2 ഡൈബ്രോമോ ഈഥേൻ എടുത്ത സമയത്ത് ഈ 2 കാർബൺസും ഐഡന്റിക്കൽ ആണ്, കാരണം അറ്റാച്ച്മെന്റ്സ് സെയിം ആണ്. 2 ഹൈഡ്രജൻസും ഐഡന്റിക്കൽ ആണ്, അറ്റാച്ച്മെന്റ്സ് സെയിം ആണ് അല്ലെ. അപ്പൊ 2 കാർബണിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ C13 NMR, 2 ഹൈഡ്രജനും കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ H1 NMR. ഓക്കെ, സോ ഇതും അല്ല നമ്മുടെ തന്നിട്ടുള്ള കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, ബെൻസീൻ ആണ്. ബെൻസീനകത്ത് എല്ലാ കാർബണും ഐഡന്റിക്കൽ, എല്ലാ ഹൈഡ്രജനും ഐഡന്റിക്കൽ. സോ C13ലും 1, H1ലും 1 കിട്ടുള്ളൂ. അതും അല്ല നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ. അവസാനത്തെ അസിറ്റോണിന്റെ കേസ് നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവിടെ ഈ കാർബണും ഐഡന്റിക്കൽ ആണ്, ഒറ്റ സിഗ്നൽ. ഇത് വ്യത്യസ്ത കാർബൺ ആണ്, രണ്ടാമത്തെ സിഗ്നൽ. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈഡ്രജൻസും ഐഡന്റിക്കൽ ആണ്. സോ എല്ലാ ഹൈഡ്രജൻസിനൂടെ കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ സിഗ്നൽ ആൻഡ് കാർബണിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് 2 സിഗ്നൽ. ഓക്കെ, സോ തന്നിട്ടുള്ള കണ്ടീഷനുമായിട്ട് സിമിലർ ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി അസിറ്റോൺ ആണ്. സോ അസിറ്റോൺ ആണ് ശരിയായിട്ടുള്ള ആൻസർ.